എല്ലാവർക്കും ജേർണി വിത്ത് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്നും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെട്ടി കേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ കുറച്ച് സമയത്തെ കാര്യം മാത്രമേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെട്ടി കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കിയെടുക്കാം. അപ്പം നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം നമുക്ക് പഞ്ചസാരയും മുട്ടയൊക്കെ ഒന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര നിറച്ചെടുത്തിട്ടില്ല, ഒരു 3 ഏലക്കയും കൂടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യമേ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് പഞ്ചസാരയും ഏലക്കയും പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒന്നുകൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം മുട്ട നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് തുറന്നു നോക്കാം. ഇപ്പം പഞ്ചസാരയും മുട്ട ഏലക്കയൊക്കെ നന്നായിട്ടൊന്ന് അടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലോട്ട് ഒരു 1/4 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ടൊരു 1.5 ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിനെക്കാട്ടിലും കുറവ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന വെട്ടി കേക്കിന് വേണ്ടി ഒരു കളറിന് വേണ്ടി നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അധികം ആവല്. ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പൂണും കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ബേക്കിംഗ് സോഡയും റവയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം. ഇനി നമുക്ക് നേരത്തെ അടിച്ചു വെച്ചത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ ഒക്കെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ലൂസാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കട്ടിക്കാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിപ്പം നമുക്ക് കറക്റ്റ് പരുവത്തിനാണ് കിട്ടിയേക്കുന്നത്. മുട്ടയും മൈദയൊക്കെ ആയതുകൊണ്ട് കുറച്ച് സ്റ്റിക്കിയാണ്. അപ്പം നല്ലതുപോലെ നമ്മളൊന്ന് കുഴച്ചെടുക്കണം. അപ്പം നമ്മൾ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഒരു 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിത് കൈ കൊണ്ട് ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തണം. അപ്പം ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഈ കേക്കിന് മയിലിൻ്റെ സൗണ്ടാണ്. ഇവിടെ നിറയെ മയിലുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ മയിലിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഇതൊന്ന് പരത്തി എടുക്കാൻ വേണ്ടി ചപ്പാത്തിക്കല്ലിൽ കുറച്ച് എണ്ണ തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. നമുക്ക് രണ്ടായിട്ടൊന്ന് ചെയ്തെടുക്കണം. നമുക്ക് ഒരേ വീതിക്ക് നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിന് വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യാം.
നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് അടുത്ത സെറ്റും ഇതുപോലെ പരത്തി കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് വേറൊരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഓരോന്നും ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞു വരുന്നിടം വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഭാഗം നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായി പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഭാഗവും അതുപോലെ ഒന്ന് മുരിഞ്ഞു വരട്ടെ. ഇപ്പോൾ നന്നായി രണ്ട് ഭാഗവും മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. നമുക്ക് അടുത്ത സെറ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് അതുപോലെ രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ എല്ലാ വെട്ടിയേക്കും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് മറക്കാതെ കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബി സേഫ് ആൻഡ് ബി ഹാപ്പി. ബൈ.